രാഷ്ട്രീയം ആവട്ടെ, സുരേഷ് ഗോപിയെ ഇഷ്ടമില്ലാത്ത ആരും കേരളത്തിലുണ്ടാവില്ല. മാറി നിന്ന് രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറയുമെങ്കിലും സുരേഷ് ഗോപിയുടെ ശബ്ദം കേട്ടാൽ, സുരേഷ് ഗോപി എവിടെയെങ്കിലും ഉണ്ടെന്നറിഞ്ഞാൽ മലയാളികൾ വ്യത്യാസമില്ലാതെ, ലിംഗവ്യത്യാസമില്ലാതെ സുരേഷ് ഗോപിയെ കാണാൻ വരും. അപ്പോൾ സുരേഷ് ഗോപിയെക്കുറിച്ച് പറയുമ്പോൾ സുരേഷ് ഗോപി എപ്പോഴും പറയുന്നൊരു ഡയലോഗുണ്ട്, തൃശ്ശൂർ ഞാനിങ്ങ് എടുക്കുകയാണ് എന്ന് സുരേഷ് ഗോപി ആദ്യം പറഞ്ഞു. തൃശ്ശൂർ എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഒടുവിൽ തൃശ്ശൂർ സുരേഷ് ഗോപി എടുത്തു. എങ്ങനെയാണ് സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ ഞാനിങ്ങ് എടുക്കുവാണേ എന്നു പറയാനുള്ള ഒരു പ്രചോദനമുണ്ടായത്? അതിൻ്റെ ഉത്തരം വന്നിട്ടില്ല. രണ്ടാമത്തെ കാര്യം വളരെ രസകരമായ കാര്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സുരേഷ് ഗോപിയോടുള്ള ഇഷ്ടം വളരെ പ്രകടമാണ്, എല്ലാവർക്കും അറിയാം. രാജ്യസഭാ അംഗമായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹത്തിന് ഒരു കാരണവരുടെ സ്ഥാനത്ത് നിന്ന് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നടത്തിക്കൊടുത്തത് നരേന്ദ്രമോദിയാണ്. അത് എല്ലാവരും കണ്ടു. അത് ഇവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രി വളരെ കൗതുകകരമായ ഒരു കെമിസ്ട്രിയാണ്. അങ്ങനെ സുരേഷ് ഗോപിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മനസ്സിലേക്ക് കയറാൻ കഴിഞ്ഞത് എങ്ങനെയാണ്? ചില കഥയുണ്ട്. എറണാകുളത്തെ BJPയുടെ നേതാവായ രാജഗോപാൽ, എറണാകുളംകാർ രാജഗോപാലിനെ വിളിക്കുന്നത് മുത്തു എന്നാണ്. മുത്തു എന്ന് പറയുന്ന കഥാപാത്രം എറണാകുളത്ത് നഗരത്തിൽ എവിടെ വന്നാലും ഒരു വെള്ള മുണ്ടും ഷർട്ടും ധരിച്ച് ഒരു ആക്റ്റീവ സ്കൂട്ടറിൽ സഞ്ചരിക്കുന്ന മുത്തുവിനെ കാണാം. മുത്തു എറണാകുളത്ത് നിയമസഭയിലേക്ക് മത്സരിച്ചിട്ടുണ്ട്. മുത്തു തോറ്റുപോയി. പക്ഷേ മുത്തുവിനെ തേടി വരുന്ന ആളുകൾ, മുത്തുവിനെ തേടി വരുന്ന വിളികൾ എറണാകുളം നഗരത്തിലെ മുഴുവൻ ജനങ്ങളുടെയുമാണ്. ഏത് പാർട്ടി ആവട്ടെ, അവർ മുസ്ലിം ലീഗ് ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, CPM ആവട്ടെ, BJP ആവട്ടെ, ഒരു പാർട്ടി ഇല്ലാത്ത ആളുകളാവട്ടെ, അവരെല്ലാം എന്താവശ്യം വന്നാലും വിളിക്കുന്ന മുത്തുവിനെയാണ്. ഇത്ര ജനകീയനായ ഒരു നേതാവ് മുത്തുവിനെ പോലെ, രാജഗോപാൽ എന്ന് പറയുന്ന മുത്തുവിനെ പോലെ എറണാകുളത്ത് വേറെ ഒരു പാർട്ടിക്കുമുള്ളതായി എറണാകുളത്ത് ഏതാണ്ട് 30 വർഷത്തോളം കാലം മാധ്യമപ്രവർത്തനം നടത്തുന്ന എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ആ മുത്തു ഇപ്പോൾ രവിപുരം ഡിവിഷനിൽ നിന്ന് കൊച്ചി കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്നുണ്ട്. മുത്തുവിൻ്റെ വിജയം ഉറപ്പാണ്. കാരണം മുത്തുവിനെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ രവിപുരത്തെ ജനങ്ങൾക്ക് മാത്രമല്ല, എറണാകുളത്തെ ജനങ്ങൾക്കറിയാം മുത്തു തോറ്റാൽ തോൽക്കുന്നത് അവരാണ് എന്നറിയാം. ഇന്നലെ മുത്തുവിന് വേണ്ടി തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് സുരേഷ് ഗോപി വന്നു. സുരേഷ് ഗോപി അത് പറഞ്ഞ കൂട്ടത്തിൽ, മുത്തുവിന് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ കൂട്ടത്തിൽ സുരേഷ് ഗോപി പറയുകയുണ്ടായി, ചിലരൊക്കെ പറയാറുണ്ട്, എന്നെ നരേന്ദ്രമോദിയുടെ അടുത്തേക്ക് കൊണ്ടുപോയത്, നരേന്ദ്രമോദിയുമായി എനിക്ക് പരിചയമുണ്ടാക്കി തന്നത് മുത്തു ആണ് എന്ന് ചിലരൊക്കെ പറയുന്നുണ്ട്. അതിന് പിന്നിലൊരു കഥയുണ്ട് എന്ന് പറഞ്ഞ് ആ കഥയും സുരേഷ് ഗോപി പറഞ്ഞു. ഒരുപക്ഷേ കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത കഥയാണ്. സുരേഷ് ഗോപി ഈ രണ്ട് കാര്യങ്ങൾക്കും, ഒന്ന് തൃശ്ശൂർ ഇങ്ങ് എടുക്കുകയാണ് എന്ന് പറയാനുള്ള പ്രചോദനം എങ്ങനെ ഉണ്ടായി എന്നതും, മുത്തുവാണോ നരേന്ദ്രമോദിയുടെ അടുത്ത് സുരേഷ് ഗോപിയെ കൊണ്ടുപോയത് എന്നതും ഇതുവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. സുരേഷ് ഗോപി പറഞ്ഞിട്ടില്ല. ഇതാദ്യമായി സുരേഷ് ഗോപി പറയുന്നത് ഞങ്ങൾ കേട്ടത് പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നു. കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ജീത് കെ ആവോ, ജീത് കെ ആന, മാരോ, ഖതം കരോ ഇനെ എന്ന് പറഞ്ഞെടുത്ത് എനിക്ക് ഈ മോദിജിയും അമിത്ഷാജിയും ഒക്കെ കെട്ടിപ്പിടിക്കുമ്പോൾ ഒരു ആത്മാർത്ഥതയാണ് ആണോ, ഒരു ശക്തിയും, ഒരു എന്താണ്, ഒരു പിടുത്തമാണ്. കെട്ടിപ്പിടുത്തമല്ല, ചേർത്ത് പിടിക്കലാണ്. ആ ഒരു എനർജിയിൽ നിന്ന് അദ്ദേഹം പോയി. ഞാൻ മൈക്കിലേക്ക് കയറി പ്രസംഗിച്ചു. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഈ തൃശ്ശൂർ എനിക്ക് വേണം, ഈ തൃശ്ശൂർ നിങ്ങൾ എനിക്ക് തരണം, ഈ തൃശ്ശൂർ ഞാൻ ഇങ്ങെടുക്കുക. അതൊരു ദിവ്യ മുഹൂർത്തമായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഏറ്റവും ഡിഫിക്കൾട്ടായിട്ടുള്ള കണ്ണൂർ, കാസർഗോഡൊക്കെ ഒരു എന്താണ് ബിറ്റ്വീൻ ദ കപ്പ് ആൻഡ് ദ ലിവർ, ആ ഒരു വ്യത്യാസത്തിൽ നിൽക്കുന്നതാണ്. തിരുവനന്തപുരം എപ്പോഴോ നമ്മൾ അവിടെ ആധിപത്യം സ്ഥാപിച്ച് കഴിഞ്ഞിരിക്കുന്നു. കണ്ണൂർ, മലപ്പുറം, തൃശ്ശൂർ ഒരേ പൊളിറ്റിക്കൽ ടിമ്പറാണ്. അസാധ്യം, നടക്കില്ല എന്ന് നമ്മൾ എത്രയൊക്കെ പ്രയത്നിച്ചാലും ആ പ്രയത്നത്തിന്റെ ഊർജം കെടുത്താതിരിക്കാൻ നമ്മൾ സൂക്ഷിച്ച് ഇല്ല നടക്കും എന്ന് ഇല്ല, അങ്ങനെയും പറ്റില്ല. അത്രയും ദൃഢതയുള്ള തൃശ്ശൂര് നമുക്ക് അങ്ങ് എടുക്കാൻ സാധിച്ചെങ്കിൽ
കൊച്ചിയൊന്നും ഒട്ടുമേ ദൂരത്താണ്. അതിനുള്ള വ്യക്തമായ തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട്. മുനമ്പത്തെ സംബന്ധിച്ച് എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് മുനമ്പത്തുകാർക്കും അറിയാം, കേരളത്തിനും അറിയാം. ഹൈബി ഈഡൻ ചർച്ച പാർലമെന്റിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് പുറത്ത് ലോബിയിൽ എന്നോട് വന്ന് പറഞ്ഞതാ, ചേട്ടാ മുനമ്പത്തിനെ കയറി ചേട്ടൻ തൂക്കിയല്ല, ഇതിൽ ചേട്ടൻ തോക്കും, വീഴും. ഞാൻ തിരിച്ച്, എനിക്ക് അവനെ എടാ പോടാന്ന് വിളിക്കുന്ന ഒരു ബന്ധമാണത്. എന്നെ ചേട്ടാന്നല്ലാതെ ഇന്ന് വരെ സുരേഷ് ഗോപി എന്ന് വിളിച്ചിട്ടില്ല, ചേട്ടാന്നേ വിളിച്ചിട്ടില്ല. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഈ വാചകം അവൻ പറഞ്ഞത് ഞാൻ തിരിച്ചു പറഞ്ഞ അടുത്ത വാചകം, മുനമ്പത്തോടു കൂടി നീ എല്ലാം തീർന്നടാ. അവനും പുലിക്കുട്ടിയാണ്. ഇപ്പോഴും അവൻ പറഞ്ഞു നമുക്ക് കാണാം ചേട്ടാ, നമുക്ക് കാണാം. അന്ന് വൈകുന്നേരം തന്നെ നമ്മൾ കണ്ടു. അന്ന് അതേ പാർലമെന്റിൽ ഞാൻ പറഞ്ഞു നാളെ മുങ്ങിത്താഴും, രാജ്യസഭയിലും കൂടി ഇത് പാസ്സായി വരുന്നതോടുകൂടി ഈ പറയുന്ന 4 അക്ഷരം അറബിക്കടലിൽ മുങ്ങിത്താഴും എന്ന് പറഞ്ഞു. തൊട്ടടുത്ത ദിവസമാണ് അത്. പിന്നെ മുന്നേ പറഞ്ഞു, എന്നെ അല്ല വിളിച്ചു, മുന്നേ പറഞ്ഞു എന്നല്ല, ബ്രിട്ടാസ് പറഞ്ഞു, എന്നെ അല്ല വിളിച്ചത്, വേറൊരാളെയാണ്. പക്ഷെ സുരേഷ് ജി അങ്ങ് എഴുന്നേറ്റ് എനിക്കെതിരെ ആക്രോശിച്ചപ്പോ എല്ലാരും വിചാരിച്ചു സുരേഷ് ജിയാണ് പറഞ്ഞതെന്ന്. അതുകൊണ്ട് അങ്ങനെ പറ്റിപ്പോയതാ എന്ന് പറഞ്ഞെങ്കിലും കർമ്മ റിട്ടേൺസ്, കർമ്മ മടങ്ങി വരും, മടങ്ങി ചെന്നു. ഇന്ന് ലോകം മുഴുവൻ മുന്ന എന്ന് വിളിക്കുന്നത് ആരെ? ഇതാണ് ദൈവാധീനം എന്ന് പറയുന്നത്. ആ ബ്രിട്ടാസിന് മറുപടി കൊടുക്കുന്ന കൂട്ടത്തിൽ വെറുതെ ഈ പറയുന്ന മുനമ്പം വിഷു മാറ്റി മറച്ചു വെക്കാൻ വേണ്ടി എമ്പുരാനെ എടുത്തിട്ടു, അതും ഒടിച്ചു കൊടുത്തു. പക്ഷേ അനുബന്ധമായി ഞാൻ പറഞ്ഞു, ഇന്നലെ ഞാൻ ലോക്സഭയിൽ പറഞ്ഞത് ഇത് മുങ്ങി താഴും എന്നാണ്. ഞാൻ ഇവിടെ നിന്ന് പറയുന്നു, ഇന്ന് രാത്രി രാജ്യസഭയിൽ ഇത് പാസ്സാകുന്നതോട് കൂടി നിങ്ങളുടെ ശ്രമങ്ങൾ, നിങ്ങളുടെ പ്രമേയം മുനമ്പത്തുകാർക്കും ഇന്ത്യയിൽ മറ്റ് എല്ലാ സംസ്ഥാനങ്ങളിലും ഈ ഒരു കിരാതം കാരണം യാതന അനുഭവിക്കുന്ന ഒരു വിഭാഗത്തിനെതിരെ നിങ്ങൾ ഇറക്കിയ പ്രമേയം അറബിക്കടലിൽ മുങ്ങും എന്നല്ല ഞാൻ പറഞ്ഞത്, ചവിട്ടിത്താഴ്ത്തും എന്നാണ് പറഞ്ഞത്. അന്ന് വെളുപ്പിന് രാജ്യസഭയിൽ അത് പാസ്സായി. 2:30-3 മണിക്കാണ് പാസ്സായി. കാലത്ത് 9 മണിക്ക് മുനമ്പം ജനത അക്ഷരാർത്ഥത്തിൽ പ്രമേയം കേരളം എന്ന് എഴുതി ചവിട്ടി താഴ്ത്തി. ഇത് നമുക്കതിന്റെ ആവശ്യമില്ല, സമരം പിൻവലിക്കാം എന്നൊക്കെ പറഞ്ഞ് പോയവർ ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി. എന്ത് നിങ്ങൾക്ക് വഖഫ് അമെൻമെന്റ് ആക്ട് വഴി നിങ്ങൾക്ക് ലഭ്യമായാലും അത് കേന്ദ്ര സർക്കാരിന്റെ തണ്ടലിന്റെ ബലം കൊണ്ട് മാത്രമാണ് എന്ന് മുനമ്പം ജനതയും മനസ്സിലാക്കിക്കോ. ഈ നിയമം അവിടെ ഇല്ലെങ്കിൽ നിങ്ങളുടെ പരിരക്ഷയ്ക്കായി നിങ്ങൾക്ക് ഒരു കോടതിയിലേക്കും നിങ്ങൾക്ക് ചെല്ലാനൊക്കത്തില്ല. ഈ നിയമനിർമ്മാണം തന്നെയാണ് ഓരോ വ്യക്തിക്കും പ്രൊട്ടക്ഷനായി വരാൻ പോകുന്നത്. അതിനകത്ത് വേറെ ഒരു കല്ലുകടിപ്പിക്കുന്ന രാഷ്ട്രീയക്കാരനുമില്ല, കല്ലുകടിപ്പിക്കുന്ന രാഷ്ട്രീയവുമില്ല. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ പ്രഖ്യാപിക്കൂ, ഈ അമെൻമെന്റ് വഴി വരുന്ന ഗുണം ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളെ കേരള സർക്കാർ നോക്കിക്കോളും എന്ന് പറഞ്ഞു. നമുക്ക് കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ച് പ്രധാനമായിട്ടും പറയാനുള്ളത്, കോർപ്പറേഷനെ ഇപ്പോൾ വൻതോതിൽ സഹായിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു പദ്ധതി മെട്രോയാണ്. ആ മെട്രോയെ സംബന്ധിച്ച് മറ്റ് തൃശ്ശൂരുകാർ ഒരാളെ തെരഞ്ഞെടുത്തിട്ട് പോലും പരിഗണനയ്ക്ക് 2ാം പരിഗണന മാത്രമെന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി ഇപ്പോഴും ഇവിടുത്തെ കൊച്ചി മെട്രോയുടെ കൊച്ചി സിറ്റിക്കകത്തുള്ള സർവീസിന്റെ പ്രൊവൈഡിങ് എന്ന് പറയുന്നത് ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിന്റെ ഫീസിബിലിറ്റി പൂർണ്ണമാവണമെങ്കിൽ ഇത് കോയമ്പത്തൂർ എത്തുന്നിടത്ത് നമ്മുടെ കമേഴ്ഷ്യൽ കോറിഡോറിന് ഒരു ലോജിസ്റ്റിക് സപ്പോർട്ട് ആവുന്ന നിമിഷം മാത്രമേ അത് ഫീസിബിൾ ആവൂ. ഇത് എക്കണോമിക്സ് അറിയുന്നവർക്ക് അറിയാം, ബിസിനസ് അറിയുന്നവർക്ക് അറിയാം എന്താണ് പറഞ്ഞത്. അപ്പൊ ഇപ്പോ
തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വാതിൽപ്പടിക്കൽ എത്തി നിൽക്കുമ്പോൾ നമ്മൾ ആദ്യം തീരുമാനിക്കേണ്ടത് ആ വാതിൽപ്പടിക്കലേക്ക് വരുന്ന അവിഹിതങ്ങളെ മുഴുവൻ ചവിട്ടി പുറത്താക്കിക്കൊണ്ട് പുതിയ ഒരു നിശ്ചയത്തിലേക്ക് കൊച്ചിക്കും പങ്കുചേരാനാവണം. തിരുവനന്തപുരം പോലെ, തൃശ്ശൂർ പോലെ, പാലക്കാട് പോലെ, അങ്ങനെ പല വിവിധങ്ങളായ പ്രദേശങ്ങൾ ആ നിരയിലേക്ക് വന്ന് ചേർന്നുകൊണ്ടേയിരിക്കും. കൊച്ചി വൈകിപ്പിക്കരുത് എന്ന് മാത്രമേ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ. എല്ലാ വോട്ടും താമര ചിഹ്നത്തിൽ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരുപാട് സ്നേഹം, നന്ദി, നമസ്കാരം. സ്ഥാനാർത്ഥികളെ കുറിച്ച് പറയുകയാണെങ്കിൽ മുത്തു എനിക്ക് തോന്നുന്നു ഒരു 2015 മുതൽ എൻ്റെ സന്തത സഹചാരിയാണ്. ഞാൻ 2014 അതിന് ചില വക്രങ്ങൾ എന്തൊക്കെ കഥ ഉണ്ടാക്കി എന്നെ മോദിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇദ്ദേഹമാണ്. അല്ല, ഞാൻ അവിടെ മോദിജിയെ കാണാൻ അദ്ദേഹത്തിന്റെ പടയാണ് എന്നെ ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. അത് അപ്പോത്തിക്കരിയുടെ പ്രൊഡ്യൂസറിനോട് ചോദിച്ചാൽ അറിയാം. 1.5 വർഷത്തെ പരിശ്രമത്തിന് ശേഷം ഞാൻ പേടി കൊണ്ടാണ്, രാഷ്ട്രീയക്കാരെ ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നുമല്ല, പേടിയായിരുന്നു രാഷ്ട്രീയം എന്ന് വിചാരിക്കും. പക്ഷെ 2014 മാർച്ച് 5-ാം തീയതി ഞാൻ അവിടെ അദ്ദേഹത്തെ കാണാൻ ചെല്ലുമ്പോൾ കൈലാസനാഥൻ സാറിൻ്റെ കൂടെ ഒത്തുവരുന്നു, ഡോക്ടർ ജയചന്ദ്രനും ഒക്കെ. മോദിജിയുടെ മീറ്റിങ്ങിൽ ഏതാണ്ട് 2 മണിക്കൂർ 17 മിനിറ്റാണ് നീണ്ടു നിന്നത്. ആ മീറ്റിങ്ങിൽ ആ മുറിയിൽ ഒരു ദൂരത്ത് മുത്തു ഇരിക്കുന്നു. മുത്തുവിനറിയാം എന്തൊക്കെയാണ് അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടത്, എന്തൊക്കെയാണ് ഞാൻ നിരാകരിച്ചതെന്നും എന്തൊക്കെയാണ് ഞാൻ വഴങ്ങിയതെന്നും മുത്തുവിന് നല്ല സാക്ഷ്യം ഉണ്ട്. ഡോക്ടർ ജയചന്ദ്രനുണ്ട്, ഡോക്ടർ കൈലാസനാഥൻ IAS, ഇവർക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. വ്യക്തമായിട്ടാണ് അന്നും സംസാരിച്ചിട്ടുള്ളത്. അതിപ്പോഴും ഞാൻ തുടരുന്നു. അപ്പം മുത്തുവിന് അങ്ങനെ ഒരു ആക്സസ് അവിടെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, മുത്തു ജയിച്ചു വരുന്ന ബാക്കി കൗൺസിലർമാർക്ക് വലിയ പിന്തുണയായിരിക്കും രാജഗോപാൽ കൂടി അവരുടെ കൂട്ടത്തിൽ ചേർന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇന്ത്യ ലൈവ് പ്രവർത്തനം ആരംഭിച്ചിട്ട് 1 മാസം പൂർത്തിയാവുകയാണ്. 1 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ പിന്തുണയാണ് ഇന്ത്യ ലൈവിന് കിട്ടിയിട്ടുള്ളത്. ഈ ചാനലിൻ്റെ വിജയം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും നൽകുന്ന അകമഴിഞ്ഞ പിന്തുണയാണ്. ഈ പിന്തുണ നിങ്ങൾ വീഡിയോകൾ കണ്ട് ഞങ്ങൾക്ക് നൽകുന്നുണ്ട്. ഞങ്ങളുടെ വീഡിയോകൾ എല്ലാ ദിവസവും ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, നിങ്ങളുടെ ഒരു ചെറിയ അശ്രദ്ധ ഞങ്ങൾക്ക് കൂടുതൽ സഹായം ലഭിക്കുന്നതിന് തടസ്സമാവുന്നുണ്ട്. അതായത് നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ദയവായി ആ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. 1 മിനിറ്റിന് താഴെ സമയം വേണ്ടുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്താലേ നമുക്ക് ഈ ചാനൽ ഇനി മുന്നോട്ട് പോകാൻ കഴിയൂ. നിങ്ങൾ ഓരോരുത്തരും ദയവായി ഈ വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ ചാനൽ ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണം. ഇത് ഈ ചാനലിനെ നിലനിർത്താൻ നിങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ സഹായമായിരിക്കും. ഈ സഹായമാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഇങ്ങനെ നിങ്ങളുടെ സഹായമുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് തുടർന്നും മറ്റാരും പറയാത്ത സത്യങ്ങളും വാർത്തകളുമായി നിങ്ങളുടെ മുന്നിൽ വരാൻ കഴിയൂ. ഇത് വ്യക്തിപരമായ എൻ്റെ ഒരു അഭ്യർത്ഥനയായി കണക്കിലെടുത്ത് ദയവായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്.